ഹലോ നോക്കി എന്നെ കൂട്ടാതെ രണ്ടുപേരും കൂടി പുറത്ത് പോവാ കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴത്തേനുതാ നമ്മുടെ ആവണിക്കുട്ടിക്കും പുറകെ വരന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പിന്നെ ഏട്ടൻ ഒന്നും നോക്കിയില്ല, ചാടി കയറാൻ പറഞ്ഞു. അവളിതാ ചാടി കയറി ഫ്രണ്ടിൽ കയറിയതാ സീറ്റ് ഇട്ട് സെറ്റായിട്ട് ഇതാ അച്ഛൻ്റെ കൂടെ പോയിട്ടോ. അപ്പോൾ അവർ പോയതുകൊണ്ട് തന്നെ നമ്മളിതാ നമ്മുടെ പണിയിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ പണിക്ക്. ഏലക്കായ് പറിക്കൽ തന്നെയാണ്, ഒരു 6 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അവർ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് അവർക്ക് ചായ കൊടുത്ത പാത്രം, ഫ്ലാസ്ക്, ഗ്ലാസ്, പിന്നെ കറികളൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു പാത്രങ്ങൾ എല്ലാം ഒന്ന് കഴുകി സെറ്റാക്കാണ്ട് കൂടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടച്ച് സെറ്റാക്കാണ്ട്. അപ്പോൾ പാത്രങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ തറയൊക്കെ തുടച്ചു വിടും. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയിട്ട് കുളിച്ചു. നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ തലയൊക്കെ കുളിച്ച് വരുന്നല്ല. ഈവനിങ് വ്ളോഗാണല്ലോ, അതുകൊണ്ട് നമുക്കിനി വിളക്ക് വെക്കാണ്ട്, അതുകൊണ്ട് തന്നെ തലയൊക്കെ കുളിച്ചു. നല്ല തണുപ്പുണ്ട്. പുറത്താണെങ്കിൽ നല്ല ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്. കുറേ ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്, കാരണം ചീവീടിൻ്റെ സൗണ്ട് ഒരുപാട് ഇങ്ങനെ ചെവിയിലേക്ക് കുത്തി കയറുന്നൊരു സൗണ്ടാട്ടോ. കുറേ മ്യൂട്ടാക്കി. അതേപോലെ തന്നെ കിളികളുടെ സൗണ്ട് മൊത്തത്തിലൊരു കലപില ബഹളം തന്നെയാട്ടോ. അപ്പോൾ വിളക്ക് വയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് വിളക്കൊന്ന് കഴുകാനുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുവാണേ. വിളക്കും കിണ്ടിയും പിന്നെ നമ്മളതൊക്കെ വയ്ക്കുന്ന ഒരു തളികയുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാരം ഇട്ടിട്ടാട്ടോ കഴുകാറ്. ചാരവും സോപ്പും കൂടി മിക്സ് ആയിട്ട് ഇടുമ്പോൾ നമ്മളിപ്പോൾ തലേ ദിവസം വിളക്ക് എത്തിച്ചതിൻ്റെ ഒരു കൈയൊക്കെ പെട്ടെന്ന് പോകാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് തേച്ച് വരച്ച് കഴുകിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ കാലും കൂടി കഴുകിയിട്ട്, കാരണം വെള്ളം പൈപ്പിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വെച്ചിട്ടുണ്ട്. കാലും കുറച്ച് ചെളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലും കൂടി കഴുകി അങ്ങനെ വിളക്കൊക്കെ കഴുകി സെറ്റാക്കി അവിടെ വെച്ചു. ഇനി നമ്മൾ കിണ്ടിയിലേക്കുള്ള തുളസി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുളസിയും ഫ്രണ്ടിൽ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി. അങ്ങനെ വിളക്ക് വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഫോണടിക്കുന്ന സൗണ്ട് കേട്ടത് കേട്ടോ. വേറെ ആരുമല്ല, പോയൊരുതാ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവണിക്കുട്ടി അച്ഛനും വന്നതാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി എന്താ പരിപാടി നോക്കട്ടെ. പോയ പോലെ ഇല്ല കേട്ടോ, ആളിതാ നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കം എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് പോലും അറിയണില്ല കേട്ടോ, നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആളൊന്ന് എടുക്കാം. അപ്പോൾ എനിക്കൊന്നും അറിയില്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ വിളക്ക് വയ്ക്കുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ എണീപ്പിക്കാൻ നോക്കണം. ഒന്ന് വിളിച്ചിട്ടൊന്നും യാതൊരു അനക്കവും ഇല്ല കേട്ടോ. എന്തായാലും ആൾ എടുക്കാം. എണീച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അധികം ഫോഴ്സ് ചെയ്യേണ്ട, കാരണം ഇപ്പോൾ നല്ല ഉറക്കത്തില്ല, കുറച്ച് നേരമായി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട്. അങ്ങനെ എന്താ തോളിൽ കിടത്തിയപ്പോഴത്തേനും ആളിത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ചാടി എണീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമുക്കിനി വിളക്ക് വയ്ക്കാനുള്ള പരിപാടി നോക്കാം, കാരണം കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ വന്ന് കഴുകി വെച്ച വിളക്കിൽ എണ്ണയും തിരിയൊക്കെ ഇട്ട് സെറ്റാക്കാനുണ്ട്. അതുപോലെ തന്നെ ചന്ദന തിരിയൊക്കെ കൊളുത്തി നമുക്കിനി വിളക്ക് വയ്ക്കാം. അപ്പോൾ ഈ കാന്താരീനെ കാണാത്ത വേറെ ഒന്നുമല്ല കേട്ടോ, ആളിപ്പോൾ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിലിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ സോഫയിൽ കയറ്റി ഇരുത്തിയപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിളക്ക് വെക്കുന്നതൊക്കെ നോക്കി നല്ല ഒത്തിങ്ങി ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ഉറക്കപ്പിച്ചില്ലാന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ കൂടെ ചന്ദനത്തിരി എടുക്കാനും എല്ലാത്തിനും ഫ്രണ്ടിലുണ്ടാവും കേട്ടോ. പിന്നെ എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം തണുപ്പുമായിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോസിലൊക്കെ നന്നായിട്ട് തന്നെ ചന്ദനത്തിരിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ദീപം കൊണ്ടുപോയിട്ടൊന്ന് പുറത്ത് കാണിക്കാണ്ട് ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.